ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആൻഡ് TV സീരീസിൻ്റെ സീസൺ 2 അതിലെ 19ാമത്തെ എപ്പിസോഡാണ്. അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 39 ആണ്. സോ ഇനി സീസൺ 2 വെറും 2 എപ്പിസോഡ്സും കൂടെ മാത്രമേ ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് സീസൺ 3 എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടായോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയുക. നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതിന് കാണിക്കുന്നത് നമ്മുടെ സെറാക്കിന്റെ അറ്റാക്ക് ഇച്ചിഗോയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ചോരയിൽ കുറച്ച് താഴെ കിടക്കുന്നതാണ്. സോ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സെറാക്കി ആണെങ്കിൽ അവിടെ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീ ഈ ഫൈറ്റിൽ വിജയിച്ചു അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെറാക്കി ആണെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. സോ നമ്മുടെ ഇച്ചിഗോന്റെ സെറാക്കിന്റെ ഫൈറ്റിൽ നമ്മുടെ ഇച്ചിഗോ ഫൈനലി വിജയിച്ചിരിക്കുന്നു. ഇതേ സമയം തന്നെ പിങ്ക് കളർ മുടിയുള്ള ആ പെണ്ണ് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് നമ്മുടെ ഇച്ചിഗോനോട് താങ്ക്സ് ഒക്കെ പറയുകയാണ്. എൻ്റെ ക്യാപ്റ്റനെ വളരെയധികം ഫൺ കൊടുത്തതിന് വളരെയധികം താങ്ക്സ്. അധികം മുറിവുകൾ പറ്റിയ നമ്മുടെ സെറാക്കിനെ ആണെങ്കിൽ ആ കൊച്ചു പെണ്ണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. സോ പിന്നീട് കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന നമ്മുടെ റൂക്കിയാണ്. നമ്മുടെ റൂക്കി ആണെങ്കിൽ അവളുടെ സ്പിരിച്വൽ പ്രഷർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ സെറാക്കിന്റെ ഫൈറ്റ് കണ്ടുപിടിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ റൂക്കിയൊക്കെ ആണെങ്കിൽ ഇച്ചിഗോന്റെയും അതുപോലെ തന്നെ സെറാക്കിന്റെ സ്പിരിച്വൽ പ്രഷർ ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫൈറ്റ് ഓവറായെന്നും ആരാണ് വിജയിച്ചതെന്നും നമ്മുടെ റൂക്കിയേക്ക് മനസ്സിലാകുന്നില്ല. സോ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ റൂക്കിയ. പിന്നീട് കാണിക്കുന്നത് മുറിവേറ്റ് കിടക്കുന്ന നമ്മുടെ ഇച്ചിഗോന്റെ അടുത്തേക്ക് യൊറിച്ചി പൂച്ച വരുന്നതാണ്. ഇച്ചിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മുടെ സെറാക്കിനാണെങ്കിൽ ഇച്ചിഗോ തോൽപ്പിച്ചെന്നുള്ള കാര്യം. നമ്മുടെ ഇച്ചിഗോനെ രക്ഷിക്കേണ്ടത് കൊണ്ട് തന്നെയാണ് നമ്മുടെ യൊറിച്ചി ആണെങ്കിൽ അവളുടെ ശരിക്കുള്ള ഫോം റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോനെ രക്ഷിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മുറിവേറ്റ് കിടക്കുന്നത് നമ്മുടെ സെറാക്കിയുടെ അടുത്ത് ആ പിങ്ക് കളറുള്ള മുടിയിലുള്ള പെണ്ണ് ഓരോന്നൊക്കെ പറയുന്നതാണ്. സമയത്ത് തന്നെ നമ്മുടെ സെറാക്കി ആണെങ്കിൽ ഇച്ചിഗോനെ കുറിച്ച് ആ കൊച്ചു പെണ്ണിനോട് ചോദിക്കുന്നു, ഇച്ചിഗോയ്ക്ക് എങ്ങനെയുണ്ട്, അവന്റെ മുറിവുകളൊക്കെ ഒരുപാട് ഡീപ്പാണ്, അവന് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അവനെ ആരെങ്കിലും ഇപ്പൊ വന്ന് രക്ഷിച്ച് കാണുമെന്ന് ആ കൊച്ചു പെൺകുട്ടി പറയുകയാണ്. സോ ഇത് കേട്ടിട്ട് നമ്മുടെ സെറാക്കി ചിരിക്കുകയാണ്. ആ കൊച്ചു പിങ്ക് കളർ മുടിയുള്ള പെൺകുട്ടി നമ്മുടെ സെറാക്കിനോട് പറയുകയാണ്, നീയും സെറാക്കിയും തമ്മിലുള്ള ഫൈറ്റിലാണെങ്കിൽ ഇച്ചിഗോ ജയിച്ചു, അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് പവർഫുള്ളാ അല്ലേ, നീ ഒരുപാടധികം പവർഫുൾ ആണല്ലോ, നിന്നെ കൊണ്ട് എന്താ അവനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തത്. സോ ഇത് കേട്ടിട്ട് നമ്മുടെ സെറാക്കി അവിടെ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെറാക്കിയും അതുപോലെ തന്നെ ആ പിങ്ക് കളർ മുടിയുള്ള ആ പെണ്ണിന്റെ പേരെന്ന് പറയുന്നത് യാച്ചിയോ എന്നാണ്. സോ ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, ഞാൻ പിങ്കിനാണ് വിളിക്കാൻ വേണ്ടി പോകുന്നത്. അവരുടെ രണ്ടുപേരുടെ പേരും ശരിക്കുള്ള പേരല്ല. സോ നമ്മുടെ പിങ്കിനെ ആണെങ്കിൽ സെനാക്കി ആണെങ്കിൽ ഒരു അഡോപ്റ്റ് ചെയ്തതാണ്. സോ പിന്നീട് കാണിക്കുന്നത് ഒരു പാസ്റ്റ് ആണ്. നമ്മുടെ സെറാക്കി ആണെങ്കിൽ ജംഗിളിൽ ഒരുപാട് പേരെ അടിച്ച് തറയിലിട്ടിരിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് നമ്മുടെ പിങ്കി മോൾ വരികയാണ്. ഈ കൊച്ചുകുട്ടി എവിടുന്ന് വന്നെന്ന് നമ്മുടെ സെറാക്കി ആദ്യം മനസ്സിൽ വിചാരിക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാൽ അത് നമ്മുടെ സെറാക്കിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാൽ നമ്മുടെ സെറാക്കി ആണെങ്കിൽ അവളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസിഷൻ അവിടെ വെച്ചെടുക്കുകയാണ്. അതിന് നമ്മുടെ സെറാക്കി നിന്റെ പേരെന്തുവാണെന്ന് ചോദിക്കുന്നു. അതേ സമയത്ത് തന്നെ അവൾ ഒന്നും പറയുന്നില്ല. ഇന്നു മുതൽ നീ യാച്ചിയോ ആണെന്ന് നമ്മുടെ സെറാക്കി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ആണ്. നമ്മുടെ ക്യാപ്റ്റൻ സെനാക്കി ആണെങ്കിൽ അവന്റെ സമ്പത്തും എടുത്തിട്ട് അവന്റെ മുഖത്ത് വെച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പിങ്കി ആണെങ്കിൽ നമ്മുടെ സെനാക്കിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നീ ഒരുപാട് അധികം പവർഫുൾ ആണ്, നീയാണ് സോൾ സൊസൈറ്റിയുടെ തന്നെ ഫ്യൂച്ചർ, അങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം നമ്മുടെ സെനാക്കി ആണെങ്കിൽ കണ്ണടച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അച്ചുവിനെയും ഹനാത്രോനെയുമാണ്. അവരാണെങ്കിൽ റൂക്കിയ കിടക്കുന്ന ജയിലിന്റെ മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ ഗാർഡ്സിനെ എല്ലാത്തിനെയും അടിച്ചിട്ടുണ്ട് റൂക്കിയ കിടക്കുന്ന പ്രിസന്റെ സ്ഥലത്തിലേക്ക് പോവുകയാണ് അവർ രണ്ടുപേരും. നമ്മുടെ ഗാച്ചു അനാത്രോയും കൂടെ ചേർന്നിട്ട് നമ്മുടെ റൂക്കിയ കിടക്കുന്ന ജയിൽ അങ്ങ് തുറക്കുകയാണ്. നമ്മുടെ ഗാച്ചു ആണെങ്കിൽ റൂക്കിയനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഗാച്ചു അങ്ങ് ഞെട്ടുകയാണ്. സോ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹനാത്രോ ആണെങ്കിൽ ഓടി റൂക്കിയുടെ അടുത്തേക്ക് പോവുകയാണ്. സോ നമ്മുടെ ഗാച്ചു ആണെങ്കിൽ റൂക്കിയെ കണ്ടിട്ട് ഒരുപാടധികം ദേഷ്യത്തോടെ അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഹനാത്രോ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഗാച്ചു പറയുകയാണ്, ഈ ഡെവിൾ സോൾ റിപ്പറാണ് ബ്രദറിനെ കൊന്നെന്ന് വളരെയധികം ദേഷ്യത്തോട് നമ്മുടെ ഹനാത്രയോട് പറയുകയാണ് നമ്മുടെ ഗാച്ചു. ഇത് കേട്ടുടനെ നമ്മുടെ ഹനാത്രയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് അവളൊന്നും ഇല്ലായിരിക്കും, അവൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല നമ്മുടെ ഹനാത്ര പറയുന്നു. സോ ഇത് കേട്ടുടനെ നമ്മുടെ റൂക്കിയ പറയുകയാണ്, ഞാൻ തന്നെയാണ് നിന്റെ ബ്രദറിനെ കൊന്നത്. ഓടി വന്നിട്ട് നമ്മുടെ ഗാച്ചു ആണെങ്കിൽ റൂക്കിയന്റെ കോളർ കയറി പിടിക്കുകയാണ്. ഗാച്ചു ആണെങ്കിൽ ഒരുപാടധികം ദേഷ്യത്തോടെ നിൽക്കുകയാണ്. റൂക്കിയൻ ഇപ്പൊ കൊല്ലുവടാന്ന് പറഞ്ഞുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നിനക്ക് എന്ത് വേണേലും എന്നെ ചെയ്യാം, കാരണം ഞാനൊരു തെറ്റാണ് ചെയ്തത്, ഞാൻ തന്നെയാണ് നിന്റെ ബ്രദറിനെ കൊന്നത്. ഗാച്ചു ആണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ നിൽക്കുന്ന സമയത്തായിരുന്നു അവിടെ വളരെയധികം വലുതായിട്ടുള്ള ഒരു സ്പിരിച്വൽ പ്രഷർ അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ആരാടാ അതെന്ന് പറഞ്ഞിട്ട് അവർ നോക്കുന്ന സമയത്താണ് ഒരു കാര്യം കണ്ടിട്ട് അവരെല്ലാവരും ഞെട്ടുന്നത്.
അത് വേറെ ആരുമല്ല. സീൻ കട്ടാക്കിയിട്ട് പുതിയതായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുകയാണ്. യുക്കിടക്കി എന്നാണ് ഈ ക്യാപ്റ്റന്റെ പേര്. എനിക്ക് കുറച്ച് സോൾജേഴ്സ് വന്നിട്ട് ഇങ്ങനോട് ക്യാപ്റ്റൻ ഐസൻ മരിച്ചു പോയ കാര്യം പറയുകയാണ്. സോ ഇത് കേട്ടു തന്നെ അങ്ങേര് ബാക്കിയുള്ള സോൾജേഴ്സ് ഞെട്ടുന്നത് പോലെയൊക്കെ ഞെട്ടുകയാണ്. നമ്മുടെ ഗാച്ചൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ക്യാപ്റ്റൻ ബാക്കിയ കുച്ചിക്ക് അങ്ങോട്ട് വരികയാണ്. സോ ഇത് കണ്ടിട്ട് അവർ 3 പേരും വളരെയധികം രീതിയിൽ ടെൻഷൻ അടിക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹനാത്രോ നമ്മുടെ ഗാച്ചിനോട് പറയുകയാണ്, നീ റൂക്കിയനെ എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ അതുവരെ ക്യാപ്റ്റൻ ബാക്കിയ കുച്ചിക്കിനെ ഞാൻ കുറച്ചു നേരം പിടിച്ചു നിർത്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹനാത്രോ ആണെങ്കിൽ ഗാച്ചുവിന്റെ റൂക്കിയ എടുത്തു നിന്ന് പോവുകയാണ് വെളിയിലേക്ക്. ഓടി ബാക്കിയ കുച്ചിക്കിനെ എടുത്ത് വന്നിരുന്ന നമ്മുടെ ഹനാത്രോയുടെ അടുത്തേക്ക് നമ്മുടെ ഗാച്ചു ഓടി വരികയാണ്. സോ എന്നിട്ട് നമ്മുടെ ഹനാത്രോനെ അവിടെ നിന്ന് പിടിച്ച് ആ പ്രസിഡന്റിലേക്ക് ഒറ്റ എറിയുകയാണ്. നീ റൂക്കിയുടെ കാര്യങ്ങളെല്ലാം നോക്കി, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അതെന്നിട്ട് നമ്മുടെ ഗാച്ചു പറയുന്നു, ഫൈറ്റിന് വേണ്ടി റെഡി ആയിക്കോ ബാക്കുയ കുച്ചിക്കി എന്ന് പറയുകയാണ് നമ്മുടെ ഗാച്ചു. അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2 19ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ 39 അവസാനിക്കുന്നു. സോ ഈ സൈഡിൽ നമ്മുടെ സീസൺ 2 അവസാനിക്കാൻ ഇനി വെറും 2 എപ്പിസോഡ്സ് കൂടെ ഉള്ളൂ. സോ ഗൈസ് അത് കഴിഞ്ഞിട്ട് സീസൺ 3 വേണോ വേണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാവുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ലൈക്ക് ചെയ്തേക്കുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒരുപാട് കമൻറ്റ്സിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി എല്ലാത്തിനും തരുന്നതായിരിക്കും. എന്തും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കില്ല, നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്തോ. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, പീസ്, ബൈ.